GUPS പുറത്തൂർ വായനാവസന്തം 2025 അധ്യാപക വായനാ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥയാണ്. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബഷീറിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് തേന്മാവ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാഭാഗമാണ് തേന്മാവ്. ഈ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ മലയാളികളും വായിക്കേണ്ട കഥ, അതോടൊപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥ കൂടിയാണ് തേന്മാവ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് മലയാളികളായ നമ്മളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. മലയാള സാഹിത്യത്തിലെ ഇമ്മണി വലിയ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ കഥ വായിച്ചിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കഥയെയും കഥാപാത്രങ്ങളെയും മറക്കാൻ കഴിയില്ല. തേന്മാവ് എന്ന കഥയിൽ ബഷീർ തന്നെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അയൽവാസികളായ റഷീദ്, അസ്മ അധ്യാപക ദമ്പതികളാണ്. ഇവർ ഒരിക്കൽ ബഷീറിന് ഒരു പാത്രത്തിൽ മധുരം കിനിയുന്ന മാമ്പഴ കഷ്ണങ്ങൾ നൽകുന്നു. എങ്ങനെയുണ്ട് റഷീദ് മാഷ് ബഷീറിനോട് ആരായുന്നു. മധുരം കിനിയുന്ന നല്ല മാമ്പഴം. റഷീദ് മാഷും അസ്മ ടീച്ചറും തേന്മാവിനെ പരിപാലിക്കുന്നത് ബഷീർ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. മാവിന് ചുറ്റും വെള്ള മണൽ നിരത്തി കല്ലുകൾ അടുക്കി റോസാച്ചെടികൾ ചുറ്റിനുമൊരുക്കി സൗരഭ്യം പകർത്തുന്ന തേന്മാവിന് എന്നും അവർ സന്തോഷിപ്പിക്കുമായിരുന്നു. റഷീദ് മാഷ് ഒരിക്കൽ ബഷീറിനോടായി പറഞ്ഞു, ഈ മാവിന് വലിയ കഥയുണ്ട്. ഒരു സൽപ്രവൃത്തിയുടെ ഓർമ്മയ്ക്കായുള്ള സമ്മാനമാണ് ഈ തേന്മാവ്. റഷീദ് മാഷിൻ്റെ ചെറുപ്പത്തിൽ അനിയൻ ടൗണിൽ പോലീസ് ജോലിയിലായിരുന്നപ്പോൾ അനിയനെ കാണാൻ റഷീദ് മാഷ് ടൗണിലേക്ക് പോയി. ടൗണിലെ റോഡരികിൽ ഒരു വൃദ്ധൻ അവശനായി കിടക്കുന്നു. കാഴ്ചയിൽ ഒരു 80 വയസ്സ് പ്രായം തോന്നിക്കും. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് മാഷ് കാര്യം അന്വേഷിച്ചു. വെള്ളം വേണമെന്ന് ആ വൃദ്ധൻ ആവശ്യപ്പെട്ടു. റഷീദ് മാഷ് അടുത്തുള്ള വീട്ടിൽ പോയി. അവിടെ ഒരു പെൺകുട്ടി പത്രം വായിക്കുകയായിരുന്നു. അവരോട് വെള്ളം കുടിക്കാനായി ആവശ്യപ്പെട്ടു. അവർ കുടത്തിൽ വെള്ളം നൽകി. പക്ഷേ വെള്ളം കുടിക്കാതെ തിരിഞ്ഞു നടക്കുന്ന റഷീദ് മാഷിനോട് ആ പെൺകുട്ടി ചോദിച്ചു, എന്തേ വെള്ളം കുടിക്കാത്തത്? അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കി. എങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയും കൂടെ കൂടി. രണ്ടുപേരും വൃദ്ധനരികിലെത്തി വെള്ളം നൽകി. വൃദ്ധനാകട്ടെ വെള്ളം വാങ്ങി കുടിക്കാതെ അരികിൽ കരിഞ്ഞു നിന്ന മാവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളമൊഴിച്ചു. ശേഷം കുറച്ച് വെള്ളം കുടിച്ചു. അവരെ നോക്കി പറഞ്ഞു, എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. ഞാനിങ്ങനെ പ്രാർത്ഥനയായി ലോകം മുഴുവൻ നടക്കുന്ന ഒരു ഫക്കീറാണ്. നിങ്ങളുടെ പേരെന്താണ്? പെൺകുട്ടി പേര് പറഞ്ഞു. അസ്മ. റഷീദ് മാഷും പേര് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അധ്യാപകരാണെന്ന് പറഞ്ഞു. ഇത് കേട്ട വൃദ്ധൻ 2 പേരെയും നോക്കി പുഞ്ചിരിച്ചു. അവരെ അനുഗ്രഹിച്ചു. പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. റഷീദ് മാഷ് അനിയൻ്റെ സഹായത്തോടെ ആ വൃദ്ധൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. അസ്മ ടീച്ചറും റഷീദ് മാഷും വിവാഹിതരായി വീട് വെച്ചു. അന്നത്തെ മാവിനെ അവിടെ നിന്ന് അടർത്തി മാറ്റി അവരുടെ മുന്നിൽ ആ മാവ് നട്ടു വളർത്തി. മധുരം കിനിയുന്ന ഈ തേന്മാവ് ആ സ്നേഹത്തിൻ്റെ ഓർമ്മമരമാണ്. ഇത് കേട്ട ബഷീറിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ ബഷീറിനോട് മാഷ് പറഞ്ഞു, ഈ 2 മാമ്പഴം കൂടി കൊണ്ടുപോകൂ. പേപ്പറിൽ പൊതിഞ്ഞ മാമ്പഴങ്ങൾ കൊണ്ടുവന്നത് റഷീദ് മാഷിൻ്റെ മകനായിരുന്നു. എന്തു ചെയ്യുന്നു? ബഷീർ ചോദിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുക. എന്താ നിൻ്റെ പേര്? യൂസഫ് സിദ്ദീഖ്. പേര് കേട്ടപ്പോൾ തന്നെ ബഷീറിൻ്റെ ഹൃദയം മധുരം കിനിയുന്ന മാമ്പഴം പോലെ മധുരിച്ചു. അതെ, യൂസഫ് സിദ്ദീഖ്. തേന്മാവിന് വെള്ളമൊഴിച്ച് ജീവനേകിയ ആ വൃദ്ധൻ. ജീവനേകിയ തേന്മാവിനെ ഹൃദയത്തിൽ സ്ഥാപിച്ച അസ്മ ടീച്ചറും റഷീദ് മാഷും. അവരുടെ കഥ പറഞ്ഞ് നമ്മളെ ചിന്തിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ഇവരൊക്കെ മാമ്പഴം പോലെ നമ്മുടെ മനസ്സിനെ മധുരം കൊണ്ട് നിറയ്ക്കുന്നില്ലേ? കഥയിലെ സാരാംശം ഇതാണ്. നമ്മളും മറ്റു ജീവികളെയും മരങ്ങളെയും പൂക്കളെയും ഒക്കെ സംരക്ഷിക്കണം. നമ്മുടെ നന്മ നമ്മളെക്കാൾ പടർന്നു പന്തലിക്കണം. നല്ല മണമുള്ള പൂക്കളായി നാം വളർന്ന് സുഗന്ധം പരത്തണമെന്നും കഥാകാരൻ നമ്മളോട് ഈ കഥയിലൂടെ പറയുന്നു. ബഷീറിൻ്റെ നല്ല ആശയങ്ങൾ ഹൃദയത്തിലെത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. നന്ദി.